Good morning, all. Good morning. Responsibility. Okay. മനസ്സിലാകില്ലേ? Good morning പറഞ്ഞിട്ട് ഒരു റെസ്പോൺസും ഇല്ല. Okay. Then നോക്കാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. നമ്മള് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ച്? അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? എന്ത് പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. അദ്ദേഹം എഴുതിയ ഫസ്റ്റ് ബുക്കിന്റെ പേരെന്തായിരുന്നു? രണ്ട് കാര്യങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കണം എന്ന് പറഞ്ഞത്. ഒന്ന് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ദെൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ട് അദ്ദേഹം ഫസ്റ്റ് എഴുതിയ ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, അത്രയും നമ്മൾ പഠിച്ചത് ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ഒരു ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. ഡെഫിനിഷൻ നോക്കാം കേട്ടോ. പബ്ലിക് റിലേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. എന്താണ് പബ്ലിക് റിലേഷൻ എന്നൊരു ഡെഫിനേഷൻ ആണ്. സിമ്പിൾ ആണ്, നോക്കാം. പബ്ലിക് റിലേഷൻ മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. ഡെഫിനേഷൻ എഴുതിയ വ്യക്തിയാണ് ജോൺ പില്ലേറ്റ്. അപ്പൊ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കണം, കാരണം എക്സാമിന് ഡെഫിനേഷൻ ചോദിച്ചിട്ട് എഴുതിയ വ്യക്തിയുടെ പേര് ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക ജോൺ പില്ലേറ്റ്. ഓക്കെ, ഇനി ഡെഫിനേഷനിലോട്ട് വരാം. എന്താണ് പബ്ലിക് റിലേഷൻ? Okay, public relation means knowing what the people hopes for and explaining how administration is satisfying these desires. അല്ലെ, അതായത് പബ്ലിക് പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ എന്താണ് ഹോപ്പ് ചെയ്യുന്നതെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും അതറിയാനും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങളെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് എങ്ങനെയാണ് സാധിച്ചു കൊടുക്കുന്നത് എന്ന് വിശദമാക്കുന്നത്, എങ്ങനെ സാധിച്ചു കൊടുക്കാമെന്ന് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പബ്ലിക് റിലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് പൊതുജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. സോ അത് നമ്മളുടെ ഭരണകൂടം അഡ്മിനിസ്ട്രേറ്റീവ് നിറവേറ്റി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിനിങ് ചെയ്ത് കൊടുക്കുക. അതാണ് ജോൺ പില്ലേറ്റ് പബ്ലിക് റിലേഷനെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനേഷൻ. ഓക്കെ, ഡെഫിനേഷൻ ആണ് അത്. അതുപോലെ തന്നെ പഠിക്കണം. ഡെഫിനേഷൻ എഴുതിയ വ്യക്തിയുടെ പേര് ഒപ്പം പഠിക്കാം, ജോൺ പില്ലേറ്റ്. ഓക്കെ, വീണ്ടും പബ്ലിക് റിലേഷനെ കുറിച്ച് അടുത്തൊരു ഡെഫിനേഷൻ ആണ്. ഇത് പ്രത്യേകിച്ച് എഴുതിയത് ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലാക്കി വെക്കാം. പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ത്രൂ സൗണ്ട് ക്യാരക്ടർ ആൻഡ് genuine performance or the basis of mutually satisfactory two-way communication. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന്, അല്ലെ? അഡ്മിനിസ്ട്രേറ്ററും സമൂഹവും അല്ലെങ്കിൽ പൊതുജനങ്ങളും തമ്മിലുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെ? അതായത് പരസ്പരം ഒരു ആശയവിനിമയത്തിന് സംതൃപ്തി നൽകുന്നതും ഒരു നല്ലൊരു സ്വഭാവത്തിലൂടെയും നല്ലൊരു ജെനുവിൻ പെർഫോമൻസ്, അല്ലെ, യഥാർത്ഥ ഒരു പ്രകടനത്തിലൂടെയും നമുക്ക് പൊതുജനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് പബ്ലിക് റിലേഷൻസ്. അതായത് പൊതുജനങ്ങളും അഡ്മിനിസ്ട്രേറ്റീവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെ? അതായത് നല്ലൊരു സ്വഭാവത്തിനെ ക്യാരക്ടറൈസ് എടുക്കാനും നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു എന്താണ് യഥാർത്ഥ പ്രകടനം കാഴ്ചവെക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഡെഫിനേഷൻ ആണ്. ആദ്യത്തെ ഡെഫിനേഷൻ എഴുതിയ വ്യക്തി ജോൺ പില്ലേറ്റ് ആണ്. സോ രണ്ടാമത്തത് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. അത് പ്രത്യേകം പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഇത് വായിച്ചു നോക്കി, രണ്ട് ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, ഡെഫിനിഷൻ ഓക്കെ ആണല്ലോ, രണ്ട് ഡെഫിനിഷനും നോക്കാം. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്? നിങ്ങളുടെ അറിവില് ആവശ്യകത ഉണ്ടോ? ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു ആവശ്യമുണ്ടോ അവിടെ? ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? പബ്ലിക് റിലേഷന്റെ ആവശ്യകതയുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മൾ പബ്ലിക് റിലേഷൻ വേണം അല്ലെങ്കിൽ അതിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നത്? അതിന്റെ റീസൺ ഉണ്ടോ എന്തെങ്കിലും? എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? ടെക്സ്റ്റിൽ നോക്കണ്ട, അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് ആലോചിച്ച് നോക്കി. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പബ്ലിക് റിലേഷൻ ആവശ്യമാണ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിന് റിലേറ്റ് ചെയ്തിട്ട് നോക്കാം അല്ലെ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ഒരു ഹോസ്പിറ്റലിന് പൊതുജനങ്ങളുമായിട്ട് ഒരു റിലേഷൻ വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാരണവുമില്ല. ഇങ്ങനെയാണോ? ഒരു കാരണവുമില്ല. സർവീസ് ഓക്കെ, സർവീസസ് ഒക്കെ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിന്റെ ഒരു ഇമേജ് ഒക്കെ കിട്ടണം അല്ലെ? ഹോസ്പിറ്റലിന്റെ ഒരു ആളുകളൊക്കെ എല്ലാവരും വരണം. അതുപോലെ എന്താണ്, ഹോസ്പിറ്റലിന്റെ ഇമേജ് കിട്ടണം അല്ലെ? ഒരു പബ്ലിക്കിൽ നിന്നും ഒരു ഇമേജ് കിട്ടണം. നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഹോസ്പിറ്റലിന് ആ ഒരു ഇമേജ് ലഭിക്കുകയുള്ളൂ. നോക്കാം കേട്ടോ, പോയിന്റുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കുക. എൻലാർജ് വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ, എംപ്ലോയീസ്, പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് അല്ലെ? അതായത് ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് വിസിബിലിറ്റി മീൻസ് മറ്റുള്ളവരെ കൂടുതൽ വിസിബിലിറ്റി ആക്കാൻ ഒരു ദൃശ്യപരത വർദ്ധിപ്പിക്കുക. അതുപോലെ മറ്റ് സർവീസസുകൾ പ്രൊവൈഡ് ഒക്കെ ചെയ്യണമെങ്കിൽ പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. സെക്കൻഡ് വൺ, പൊസിഷൻ the hospital as a healthcare leader and authority within the community or region. ഹോസ്പിറ്റലിനെ നമ്മള് ഒരു സമൂഹത്തിന്റെ ഒരു എന്താ ഹെൽത്ത് കെയർ ലീഡർ ആയിട്ടാണ് നമ്മൾ ഒരു പൊസിഷൻ കൊടുത്തിരിക്കുന്നത് അല്ലെ? ഇപ്പൊ നമ്മളുടെ ചുറ്റുപാട്, നിങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകും ഇല്ലേ? ഏതെങ്കിലും റീജിയണൽ ആയിട്ടോ ചെറിയൊരു ഹോസ്പിറ്റലുകളോ അറ്റ്ലീസ്റ്റ് ഒരു ക്ലിനിക്കൊക്കെ ഉണ്ടാവും. സോ ആ ഒരു ലൊക്കാലിറ്റിയുടെ നമ്മളുടെ ആ ഒരു റീജിയണിന്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡർ, ഹെൽത്ത് കെയർ ലീഡർ ആയിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിനെ കണക്കാക്കുന്നത്, ആണോ? സോ ഹോസ്പിറ്റലും പൊതുജനങ്ങളും തമ്മിൽ ഒരു റിലേഷൻ ആവശ്യമാണ്. കാരണം എന്താണ്? കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡർ, കമ്മ്യൂണിറ്റിയിലെ ഒരു ലീഡർ ആയിട്ടാണ് നമ്മൾ ഹെൽത്ത് കെയറിനെ കാണുന്നത്. അതിനാൽ ഒരു പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, increase awareness of the hospital total range of programs and services. ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള എന്താണ്, ആശുപത്രിയുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള അവബോധം വർദ്ധിക്കാൻ അല്ലെ? പബ്ലിക്കിലോട്ട്, ജനങ്ങളിലേക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവുകളൊക്കെ ലഭിക്കാൻ. Then enhance the hospital's image, ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുക. Assist in recruitment and retention of employees, കൂടുതൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും റിട്ടൻഷൻ നിലനിർത്താനും. Act as a foundation when unreal news about hospital happens. ഹോസ്പിറ്റലില് സംഭവിക്കുന്ന അൺറിയൽ ന്യൂസ്, അതായത് വ്യാജ പ്രചരണ വാർത്തകളൊക്കെ ഹോസ്പിറ്റലിൽ എതിരായിട്ട് വരുമ്പോൾ അധികം നമ്മൾ നേരിടണമെങ്കിൽ ഇതുപോലെ പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ, എംപ്ലോയിയുടെ സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനായിട്ട് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റലില് പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്ന് പറയുന്നത്. പോയിന്റ്സ് ആണ്. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി, ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കാം, അർത്ഥം മനസ്സിലാക്കി വായിക്കാം. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തിട്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ചോദിക്കാറുണ്ട്, മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടുണ്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തേക്കും ആ പോയിന്റ്സുകൾ. മനസ്സിലാക്കി ഒരു 5 പ്രാവശ്യം വായിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് അല്ലെ, അതായത് ഒരു അവബോധം വർദ്ധിപ്പിക്കാൻ, കൂടുതൽ അറിയാനും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ പ്രോഗ്രാംസുകളെയും സേവനങ്ങളെയും കുറിച്ചൊക്കെ അറിയണമെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഹോസ്പിറ്റലിൽ ഇത്ര സേവനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ നമ്മളുടെ സമൂഹത്തിന്റെ ഒരു ഹെൽത്ത് കെയർ ലീഡർ ആയിട്ടാണ് കാണുന്നത്. അപ്പോ സമൂഹത്തിന്റെ ഒരു ലീഡർ ആയിട്ട് കാണുമ്പോൾ നമ്മള് സമൂഹവുമായിട്ടുള്ള ഒരു ബന്ധം ആവശ്യമാണല്ലോ. ഓക്കെ, സമൂഹത്തിന്റെ ഒരു ലീഡർ ആണത്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റല് ഇല്ലാത്തൊരു സമൂഹത്തെ കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മൾ താമസിക്കുന്ന ഒരു ചുറ്റുവട്ടത്ത് തന്നെ ചിലപ്പോ ഒന്നോ അതിൽ കൂടുതൽ ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ മറ്റു ക്ലിനിക്കുകളോ ഉണ്ടായിരിക്കും. സോ ഇതൊന്നും ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ഒരു തലമുറയിൽ ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. സോ സമൂഹത്തിന്റെ ഒരു ലീഡറായിട്ട്, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഹെൽത്ത് കെയർ ലീഡർ ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ കാണുന്നത്. ഒന്നാമത്തെ എന്താ പറയുന്നത്, എൻലാർജ് വിസിബിലിറ്റി, ഹോസ്പിറ്റലിന്റെ ദൃശ്യപരത വർദ്ധിപ്പിക്കാണ്. എല്ലാം പറയണം ഒന്നുകൂടി, മനസ്സിലായില്ല പോയിന്റ്സ്? കാരണം സിമ്പിൾ ആണ്, പക്ഷെ അത് എഴുതിയിരിക്കുന്നത് കുറച്ച് കടുകട്ടി വേർഡ്സോട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലാവാത്തത്. ഒരു പ്രാവശ്യം ടീച്ചർ പറയാൻ ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എൻലാർജ് വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ എംപ്ലോയീസ്, പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റലിന്റെ ദൃശ്യപരത വർദ്ധിപ്പിക്കാൻ. ദൃശ്യപരത വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലിനെ കുറച്ച് ഒരു പേര് കേട്ട ഒരു ഇതാക്കുക. അതാണെങ്കിൽ നമുക്ക് പബ്ലിക് വഴിയല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങളോട് ഒരാൾ ഹോസ്പിറ്റലിൽ പോയി, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് നിങ്ങളോട് പറയുന്നത് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി, അവിടെ നല്ലൊരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പൊ നീ പോയിക്കോളൂ, എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ, അങ്ങനെയാണ് നമ്മൾ പരസ്പരം പറയുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ ആ ഹോസ്പിറ്റലിന്റെ ഒരു ദൃശ്യപരത വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എംപ്ലോയീസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു ക്യാമ്പുകളും മറ്റു പ്രോഗ്രാംസുകളൊക്കെ നമ്മുടെ സേവനങ്ങളും ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ പബ്ലിക് ആയിട്ട് നല്ലൊരു ബന്ധം വേണം. എങ്കിലേ നമുക്ക് പബ്ലിക്കിന്റെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. ഒരു റീജിയനിന്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ലീഡർ ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ കാണുന്നത് അല്ലെ. ലീഡറായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സമൂഹത്തിൽ ഹോസ്പിറ്റല് ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. സോ ഒരു ലീഡർ ആയിട്ടാണ് ഹോസ്പിറ്റലിനെ കാണുന്നത്. അതിനാൽ ഈ ഹോസ്പിറ്റല് മറ്റ് പബ്ലിക് പൊതുജനങ്ങളുമായിട്ടുള്ള റിലേഷൻ അത്യാവശ്യമാണ്. ഓക്കെ, ഫസ്റ്റ് രണ്ടത് ക്ലിയർ ആണോ? വേർഡ്സ് കുറച്ച് എന്താ പറയാ കറക്റ്റ് തിരിച്ചു തന്നിരിക്കുന്ന സെന്റൻസ് ആയതുകൊണ്ടാണല്ലോ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇൻക്രീസ് അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ ടോട്ടൽ റേഞ്ച് പ്രോഗ്രാംസ് ആൻഡ് സർവീസ്. ഹോസ്പിറ്റലിലെ സേവനങ്ങളെ കുറിച്ചും അതുപോലെ മറ്റു പ്രോഗ്രാംസുകളെ കുറിച്ചും കൂടുതൽ അവയർനെസ് ലഭിക്കണമെങ്കിൽ പബ്ലിക്കായിട്ട് നല്ലൊരു റിലേഷൻ ആവശ്യമാണ്. ഹോസ്പിറ്റൽ ഇമേജ്, ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരാൾ നമ്മൾ പരസ്പരം മറ്റുള്ളവരോട് ഇങ്ങനെ ഷെയർ ചെയ്ത് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിന്റെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ അഡ്വർടൈസ്മെന്റുകളും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിന്റെ ഇമേജ്. ഒരു പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ ഇമേജ് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Then assist in recruitment and retention of employees. റിക്രൂട്ട്മെന്റില് അസിസ്റ്റ് ചെയ്യുക, അതുപോലെ സ്റ്റാഫുകളെ നിലനിർത്തുക. Act as a foundation when unreal news about the hospital happens. ഹോസ്പിറ്റലിനെതിരായിട്ട് എന്തെങ്കിലും അൺറിയൽ ന്യൂസുകൾ, ഇപ്പൊ വ്യാജ പ്രചരണ വാർത്തകളോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പബ്ലിക് റിലേഷൻ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് വൺ, ഇംപ്രൂവ് എംപ്ലോയി മൊറാൽ. എംപ്ലോയീസിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കണമെങ്കിലും ഒരു പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ക്ലിയർ ആയോ? ഇപ്പൊ കുറച്ചും കൂടി അർത്ഥം മനസ്സിലായോ? സെന്റൻസുകൾ അങ്ങനെയാണ് കേട്ടോ, അത് കുറച്ച് വളച്ചൊടിച്ച് തന്നിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഏകദേശം കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. പോയിന്റ്സ് വായിച്ചു നോക്കി നിങ്ങൾ മനസ്സിലാക്കി വായിക്കാം കേട്ടോ.
സെന്റൻസുകൾ നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് വായിച്ച് മീനിങ് മനസ്സിലെടുക്കാൻ പറ്റുന്ന സെന്റൻസുകളല്ല. ഓക്കെ, വായിച്ചു കേട്ടോ. Okay, then next one നോക്കാം. Methods of maintaining public relation in the community. പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സുകളാണ് നോക്കുന്നത്. There are mainly two methods. മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് മെത്തേഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. രണ്ട് മെത്തേഡുകളാണ്, ഓപ്പറേറ്റീവ് മെത്തേഡ്സും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. അപ്പൊ ആദ്യം നമുക്ക് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. These methods are basically related with every aspect of hospital operations. Operative methods എന്ന് പറയുന്നത് അറിയാലോ, പ്രവർത്തനങ്ങളാണ് അല്ലെ. അപ്പോ ഇത് ബേസിക്കലി ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് ആണത്. Including those that are performed by workmen such as telephone operator, inquiry office personnel and admission office clerk. അതായത് ടെലിഫോൺ ഓപ്പറേറ്ററും അതുപോലെ തന്നെ എൻക്വയറിയിൽ ഇരിക്കുന്ന സ്റ്റാഫും അഡ്മിഷൻ ഓഫീസ് ക്ലർക്കും ഇവരെല്ലാം all those maintaining contact with the patients as well as those working behind the screen share same burden. അതായത് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളുമായിട്ട് ഈ ഒരു മെത്തേഡ് റിലേറ്റഡ് ആണത്. അതായത് ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ മറ്റേ എൻക്വയറി ഓഫീസറിലെ പേഴ്സണോ അല്ലെങ്കിൽ ഓഫീസ് ക്ലർക്ക്, then patient ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന each and every person as well as behind the screen. അതായത് സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവര്, എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന, നമുക്ക് നേരിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് അല്ല എങ്കിൽ പോലും സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അല്ലെ. ആരൊക്കെയാണ് സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് പറയുന്നത്? സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? മറ്റ് ക്ലറിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാകും അല്ലെ, ബില്ലിംഗ് സ്റ്റാഫുകള്. അപ്പൊ ഇവരെല്ലാം പേഷ്യന്റുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ട്. സോ ഇങ്ങനെയുള്ളവരെല്ലാമാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. അവരെല്ലാം പേഷ്യന്റ് ആയിട്ട്, പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പബ്ലിക് ആണ് അല്ലെ. അപ്പൊ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. The three fundamental components of a community operations. കമ്മ്യൂണിറ്റിയിലെ ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങളുടെ 3 കോമ്പോണൻസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, 3 എണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോ ഒരു കമ്മ്യൂണിറ്റിയിലെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ 3 ഘടകങ്ങൾ വേണം, കോമ്പോണൻസ് വേണം. ഏതൊക്കെയാണെന്ന് നോക്കാം. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ അല്ലെ, നല്ല സന്തോഷത്തോടു കൂടിയും അല്ലെങ്കിൽ ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള പെരുമാറ്റം വേണം. ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ് അല്ലെ, പെട്ടെന്ന് വേഗത്തിലും എന്നാൽ കാര്യക്ഷമമായിട്ടുള്ള ചികിത്സ കൊടുക്കണം. ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ്.
നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കുക. അതുപോലെ വർക്കേഴ്സിന് വെൽ അപ്പിയറൻസ്, നല്ലൊരു അപ്പിയറൻസ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങളാണ്, 3 കോമ്പോണൻസ് ആണ് നമ്മൾ കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിന് വേണ്ടി കൊടുക്കേണ്ടത് അല്ലെ. അതായത് നല്ലൊരു പെരുമാറ്റമായിരിക്കണം, വരുന്ന പേഷ്യൻസിനോട് പബ്ലിക്കിനോട് നമ്മൾ കാണിക്കുക, പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ലഭ്യമാക്കി കൊടുക്കുക, നല്ലൊരു വെൽ അപ്പിയറൻസ് ആയിരിക്കണം അല്ലെ. നമുക്കറിയാം ഇതിനൊരു ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ എക്സിക്യൂട്ടീവ്സിനൊക്കെ കാണാറുണ്ട് അല്ലെ. ഇപ്പൊ പേഷ്യന്റ് റിലേഷൻ ഓഫീസറോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഒക്കെ വരുമ്പോൾ അവര് ഒരു ജെന്റിൽമാൻ ലുക്കില് അല്ലെങ്കിൽ എന്താണ് വെൽ അപ്പിയറൻസോട് കൂടിയിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ആണോ? അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും നമ്മളോട്? എങ്ങനെയാ പെരുമാറുന്നത്? നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും, അപ്പോ ഇതുപോലെ എന്താണ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ വരാറുണ്ട്. അവര് എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം? നല്ല രീതിയിലായിരിക്കില്ലേ? ഇതുപോലെ ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ആണോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നവരല്ലേ നമ്മള്, അപ്പോ നമ്മളോട് ഇങ്ങനെയൊക്കെ തന്നെയാണോ പെരുമാറുന്നത്? യെസ് അല്ലെ. നല്ലൊരു ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒക്കെ ആയിരിക്കും. Then some operations of improving operations of hospital in community levels. ഇനി മറ്റ് എന്തൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ലെവലിൽ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ? A high quality patient care is basis of good public relation. നല്ലൊരു പബ്ലിക് റിലേഷൻ വേണമെങ്കിൽ പേഷ്യന്റിന് ഏറ്റവും ഉയർന്ന ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കണം അല്ലെ. നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കുക. സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി with a good functional layout, waiting room with benches or chairs, water, refreshment facility in outpatient department. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഇരിക്കാനായിട്ടുള്ള പേഷ്യൻസിന് ചെയറോ ബെഞ്ചസ് ഒക്കെ കൊടുക്കുക. വെയിറ്റിംഗ് റൂമിൽ കുടിക്കാനായിട്ട് വെള്ളം ഉണ്ടായിരിക്കണം, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. Making others happy, one must be happy himself. Good morale of workers not only improve efficiently, but workers with a high morale work in a positive manner with one another and also with the patient in the community. അതായത് മറ്റുള്ളവരെ making others happy, മറ്റുള്ളവരെ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ സ്വയം സന്തോഷവാനായിരിക്കുക. Good morale of workers, സ്റ്റാഫുകൾ നല്ലൊരു മനോവീര്യം ഉണ്ടായിരിക്കണം. ഇംപ്രൂവ് എഫിഷ്യൻസി, കാര്യക്ഷമമായിട്ടുള്ള പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. Customer പറയുന്നത് operating efficiency with effective coordination among all clinical departments, other supporting services arise from good administration. Then effective ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളും തമ്മിലും നല്ലൊരു കോർഡിനേഷൻ സഹകരണം ഉണ്ടായിരിക്കണം. Then അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സും നല്ലൊരു സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുക. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, policies, procedures and authority and responsibility should clearly understood by each staff. ഓരോ സ്റ്റാഫിനും അവിടുത്തെ സ്ട്രക്ചറും പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അത് ക്ലിയർ ആയിട്ട് അവർ മനസ്സിലാക്കിയിട്ട് വേണം അവരെ പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പറയാം, ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഇൻക്ലൂഡഡ് ആണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പേഷ്യന്റിനോട് കോണ്ടാക്ട് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ പ്രധാനമായിട്ടും 3 കോമ്പോണൻസ് ആണ് പറയുന്നത്: joyful and polite behavior, quick and efficient treatment, clear environment and well appearance of workers. ഈ 3 ഘടകങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മറ്റു പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോ പോയിന്റ് ഔട്ട് ചെയ്ത് വായിച്ചത്. ക്ലിയർ ആണോ? ഓപ്പറേറ്റീവ് മെത്തേഡ് ക്ലിയർ ആണോ? ഫസ്റ്റ് ഒരു സെക്ഷൻ മാത്രം ഇച്ചിരി മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഓക്കെ ആണ്. എല്ലാ ചാപ്റ്ററും അങ്ങനെയല്ലേ, സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഇച്ചിരി കടുകട്ടി വേർഡ്സ് മനസ്സിലാക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ആവും. നമ്മൾ ആ ഒരു ചാപ്റ്ററിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ട്രാക്കിലോട്ട് എല്ലാം പാടാണോ? ഓക്കെ, കംപ്ലീറ്റ്ലി വായിച്ചു നോക്കിയോ ചാപ്റ്റർ? കംപ്ലീറ്റ് വായിച്ചു നോക്കിയിട്ടാണ് എല്ലാം പാടാണെന്ന് പറഞ്ഞത്. ഈ മൊഡ്യൂൾ കൊള്ളില്ല, ആ മൊഡ്യൂളിന്റെ പ്രശ്നമാണ് അല്ലെ. മിസ്സിന്റെ കുഴപ്പമാണോ, ടീച്ചറിന്റെ കുഴപ്പമാണോ എടുക്കുന്നത് മനസ്സിലാവാത്തത്? മൊഡ്യൂളിന്റെ ആണ്. ഓക്കെ, മൊഡ്യൂളിന്റെ കുഴപ്പമാണ്. മൊഡ്യൂളിന്റെ കുഴപ്പമൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ. 3rd 4th മൊഡ്യൂൾ വരുമ്പോൾ
കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ്. നമ്മള് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചതുപോലെയല്ല അല്ലെ? ടീച്ചർ ആരെങ്കിലും പറഞ്ഞില്ല എടുക്കുന്നതിന് മുൻപ് പറഞ്ഞോ? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു സൂചന ഞാൻ തന്നു അല്ലേ? അതായത് എല്ലാ ചാപ്റ്ററും നമ്മള് അത്ര സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടി പഠിക്കണം അല്ലേ? അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം എന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്? മറ്റതുപോലെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല, കുറച്ച് എഫേർട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ എഫേർട്ട് എടുക്കുന്നിടത്ത് നല്ല രീതിയിൽ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പോലെ അങ്ങനെ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഇത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെമിസ്റ്റർ നല്ല എളുപ്പമായിരിക്കും, ഈസി ആയിട്ട് ജയിച്ചു പോകാൻ പറ്റും. പക്ഷെ ഒരു ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് ആകുമ്പോഴേക്കും എങ്ങനെയാണ്? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പോലെയാണോ? ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിലും പ്ലസ് വൺ പോലെയാണോ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ? കുറച്ചും കൂടി ടഫായി അവിടെ ലെവല് മാറി, അങ്ങനെയല്ലേ ആണോ? ഏതൊരു കോഴ്സ് എടുത്താലും അങ്ങനെയാണ് അല്ലെ? കുറച്ച് ടഫാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളും എഫോർട്ട് എടുത്ത് പഠിക്കണം. പ്ലസ് ടു ആയിരുന്നു ഈസി, അത് കൊള്ളാം. ഓക്കെ, നമ്മളെ കുറച്ച് എഫോർട്ട് എടുത്ത് പഠിക്കേണ്ടോട് എഫോർട്ട് എടുക്കണം. നമ്മൾ എഫോർട്ട് എടുത്താല് എന്താ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ വെറുതെ പഠിക്കുന്നതല്ലല്ലോ, നമുക്ക് ഫ്യൂച്ചറിൽ ജോബ് കിട്ടണ്ടേ? എല്ലാവരുടെ ലക്ഷ്യം അത് തന്നെയല്ലേ? ആണോ? സോ എഫോർട്ട് എടുക്കാം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് മാക്സിമം ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിലാണ് അധികം ഒരുപാട് വലിച്ചു പറഞ്ഞു പോകാതെ മാക്സിമം ഞാൻ അതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് കേട്ടോ. കാരണം എനിക്കറിയാം ചാപ്റ്റർ അങ്ങനെയാണ്. ഇനി ഞാനും കൂടി കുറച്ചത് വലിച്ചു നീട്ടി ബോറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? ക്ലാസ് കുഴപ്പമുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം വേർഡ്സ് അങ്ങനെയാണ് കേട്ടോ അതില്. കാരണം അതിൽ കൂടുതൽ നമുക്ക് അപ്പുറം ഒന്നും പറയാനില്ല, മാക്സിമം അതിലുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ ക്ലാസ് ബോറടിച്ചു കഴിഞ്ഞു. ഏത് ക്ലാസ്സാ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണോ? അതാണോ ഉദ്ദേശിച്ചത്? മാർക്കറ്റിംഗ്. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ ആൾക്കാരിക്കല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, പഠിക്കാനും നമുക്ക് നിവർത്തിയില്ലല്ലോ. ഓക്കെ, വായിച്ചോളൂ. ഇത് വലിയ ബോറൊന്നുമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മളുടെ മീഡിയ പ്രസന്റേറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് വലിയ ബോറില്ലാത്ത രീതിയിൽ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് പഠിച്ചു പോകാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വായിച്ചു നോക്കാം കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വായിക്കാം. ഡിസ്കഷൻ ഒക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാം. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഓപ്പറേറ്റീവ് മെത്തേഡ്സ്
Okay. Then communicative methods. അടുത്തത് communicative methods ആണ് നോക്കുന്നത്. Communicative methods ലെ പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. പോയിന്റ് ശ്രദ്ധിക്കാം. To make available suitable information to the patients, their relatives and visitors. To make available suitable information. പേഷ്യൻസിനും അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക. The provision to listen to oral complaints instead of compelling or written one. ഒരു കംപ്ലൈൻസ് നമ്മൾ എഴുതി കൊടുക്കുന്നതിന് ഉപരിയായിട്ട് ലിസൺ ഓറൽ ആയിട്ടുള്ള കംപ്ലൈൻസ്, അതായത് നമ്മൾ എഴുതി കൊടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ നേരിട്ട് വന്ന ഒരാൾ കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ അത് കേൾക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാവും. നമ്മൾ എഴുതി പെട്ടിയിൽ ഇടുന്നതിന് പകരം നേരിട്ട് വന്ന് പറയുകയാണ് ഒരാൾ ഇതിന്റെ കംപ്ലൈന്റ്സ് ഉണ്ട്, എനിക്കത് ബുദ്ധിമുട്ടാണ്, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് വന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറാവുക. then അതിനുള്ള ഇംപ്രൂവ്മെന്റ്സ് ചെയ്തു കൊടുക്കുക. Switch reply to questions. പേഷ്യൻസോ ബൈസ്റ്റാൻഡറോ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഇട്ട പോലെ എന്ത് ചെയ്യാം, ആൻസർ പറയുക. അല്ലെ, സ്വിച്ച് ബസ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ആൻസർ പറയാന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നമ്മൾ പറയാറില്ല സ്വിച്ച് ഇട്ട പോലെ പറയാറില്ലേ? കോമൺ ആയിട്ട് നമ്മൾ പറയാറില്ലേ? ഇത് നിങ്ങൾ പറയാറില്ല, നിങ്ങൾ ആരും പറയാറില്ല. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ള പറയുന്നത്, ഇവിടെ മാത്രമാണോ അങ്ങനെ പറയുന്നത്? സ്വിച്ച് ഇട്ട പോലെ ആൻസർ പറയാന്ന് പറയില്ലേ? ചുമ്മാ നമ്മളൊരു കോമൺ ആയിട്ട് പറയുന്നത് അല്ലെ? ഓക്കെ, ഇവിടെയും പറയുന്നത് പെട്ടെന്ന് തന്നെ ആൻസർ കൊടുക്കുക. ഓക്കെ, then provision of suggestion box at a suitable place. സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ ഹോസ്പിറ്റലിലെ സജഷൻ ബോക്സ് വെക്കാറ്. നിർദ്ദേശ പെട്ടി അല്ലെ, അത് ഹോസ്പിറ്റലിൽ മാത്രമല്ലല്ലോ, ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ഏതൊരു സ്ഥാപനങ്ങളിലാണെങ്കിലും ഇതുപോലെ ഒരു കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാവും, ഒരു സജഷൻ ബോക്സ് ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ വെക്കണമെങ്കിൽ സജഷൻസ് ഒക്കെ എഴുതി ഈ ബോക്സിൽ നിക്ഷേപിക്കാം. അതോടൊപ്പം തന്നെ കംപ്ലൈൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലൈൻസ് നമുക്ക് എഴുതാം. Then visual communication, film shows, exhibitions and hospital brochure are to be exhibited. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താണ് ഹോസ്പിറ്റലിൽ ഒരു എന്താ പറയാ, ഒരു ഫിലിം ഷോസുകളോ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസോ എക്സിബിഷൻസ് ഹോസ്പിറ്റൽ ബ്രൗഷർ ഒക്കെ തയ്യാറാക്കാം. ഇതൊക്കെ നമുക്ക് പബ്ലിക്കിനെ കുറച്ചും കൂടി പിടിച്ചു പറ്റാനായിട്ട് സാധിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ. നമ്മള് എന്താ പറയാ, മറന്നു വിട്ടത്, നമ്മള് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ആണെന്നില്ല, അല്ലാതെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയൊക്കെ നമ്മള് എന്തെങ്കിലും ഒരു മെസ്സേജ് വെച്ചിട്ട് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോ പബ്ലിക് കൂടുതൽ നിൽക്കുന്ന ഇടങ്ങളില്ല, ഇപ്പോ ബസ് സ്റ്റാൻഡുകളിലും മറ്റും നമ്മൾ അങ്ങനെ നടത്താറുണ്ട് അല്ലെ. പേര് പറഞ്ഞു പോയിട്ടോ ടീച്ചർ, നമ്മൾ അതിന് പറയുമല്ലോ, എന്താ പറയുന്നത്, പേര് വിട്ടുപോയി, പെട്ടെന്ന് കിട്ടണില്ല ആലോചിച്ചിട്ട്. എന്തെങ്കിലും ഒരു മെസ്സേജ് ഇപ്പോ അവരുടെ ഹോസ്പിറ്റലിന്റെ പരസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അവരൊരു ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ബാനറൊക്കെ വെച്ചിട്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേര് വെച്ചിട്ട് ചെയ്യാറില്ല. അങ്ങനെ സംഭവം മനസ്സിലായോ എന്താണ് ഞാൻ പറഞ്ഞത്? പേര് കിട്ടണല്ലോ, പെട്ടെന്ന് മറന്നുപോയി. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ കോളേജിന്റെ ഒരു പേരും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് കൂടുതൽ പബ്ലിക്കിന് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പബ്ലിക്കിന്റെ ശ്രദ്ധ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫ്ലാഷ് മോബ് ആണ്. ഓക്കെ, ഫ്ലാഷ് മോബ് കേട്ടിട്ടുണ്ടോ? യെസ്, നിങ്ങൾക്ക് ആരും പേര് കിട്ടിയില്ലേ? ഞാൻ മറന്നുപോയി പെട്ടെന്ന്. ഫ്ലാഷ് മോബ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഈ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ പബ്ലിക് കൂടുതലായിട്ട് നിൽക്കുന്ന ഇടങ്ങളിലൊക്കെയാണ് ഈ ഫ്ലാഷ് മോബ് ചെയ്യും. അപ്പൊ അതില്ലെങ്കിൽ അവർ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടാവും അതിലൂടെ, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇപ്പൊ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ ഡ്രഗ്സിന്റെ ഒക്കെ അല്ലേ, പോലെ ഹരിവിരുദ്ധ അല്ലെ, സ്കൂളുകളിലൊക്കെ ഉണ്ട്, എല്ലാവരുടെയും സ്കൂളുകളിലും ചെറിയ സ്കൂളുകളിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഡ്രഗ്സ് ലഹരി വിരുദ്ധ അതിനെതിരായിട്ടുള്ള ഫ്ലാഷ് മോബ്. ദെൻ അതിന്റെ താഴെ സ്കൂളിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും ബാനറില് അല്ലെ, ഉപരിസ്റ്റേഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നും അങ്ങനെയുള്ള ഫിലിം ഷോ എക്സിബിഷൻസ് ഇങ്ങനെയുള്ള ഫ്ലാഷ് മോബുകളൊക്കെ സംഘടിപ്പിക്കാം. അപ്പൊ അതെല്ലാം കൂടുതലായിട്ട് പബ്ലിക് റിലേഷനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറയണമെങ്കിലേ ഇതിലാണോന്നൊക്കെ അറിയില്ല. ഓക്കെ, ഇതിലല്ല മൺഡേസ്
ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് വരുന്ന വഴിക്ക് ഇതുപോലെ ഒരു ഫ്ലാഷ് മോബ് കണ്ടായിരുന്നു മോർണിംഗില്. ഇതുപോലെ നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചായിരുന്നു. അത് ഇതുപോലെ അഹല്യ ഐ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ അവിടുത്തെ സ്റ്റുഡൻസ്, എനിക്ക് തോന്നുന്നു ആ സ്റ്റുഡൻസ് നമ്മൾ വർക്ക് ചെയ്യുന്നവരോ ഇതുപോലെ ഒരു ഫ്ലാഷ് മോബ് വെച്ചിട്ട് അവരുടെ ആ ഒരു അഹല്യ ഫൗണ്ടേഷന്റെ ആ ഒരു അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു എന്താ പറയാ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫ്ലാഷ് മോബ് ഇങ്ങനെ കണ്ടായിരുന്നു വരുന്ന വഴിക്ക്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പബ്ലിക്കിനെ കൂടുതൽ ആ ഒരു ശ്രദ്ധ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Then the school teachers, students, housewives, and members of women's organization and religious leaders can conduct hospital tours. ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാറും അതുപോലുള്ള ടൂറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റുഡൻസ്, സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വുമൻസ് വനിതാ സംഘടനകളൊക്കെ ഇതുപോലെ ഹോസ്പിറ്റൽ ടൂർസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നു. To hold an annual hospital day or open day house work, public can be shown every aspect of hospital operations that include some of highly technical functions. അതായത് ഹോസ്പിറ്റൽ ആനുവൽ ഡേ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലുകൾ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് ഫൗണ്ടേഷൻ ആ ഹോസ്പിറ്റലിൽ സ്ഥാപിതമായ ഡേയിൽ അവർ സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ ഈ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ആനിവേഴ്സറി തുടങ്ങി പറയാം അല്ലെ. സോ ആ ഒരു ടൈമിലുള്ള ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ഇതുപോലെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ആ ഫൗണ്ടേഷൻ സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ളത് ഇപ്പോ ഏതൊക്കെ ഇതിലെത്തി അപ്പൊ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും അവിടെ അവർ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റികളും ചിലപ്പോൾ സർജറീസുകളും അങ്ങനെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഫിലിം ഷോ എന്ന പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി പോലെയൊക്കെ കാണിക്കുന്നു. അപ്പൊ അതൊക്കെ കൂടുതൽ പബ്ലിക്കിന് ശ്രദ്ധ കിട്ടുന്നത്. യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ഇൻ പബ്ലിക് റിലേഷൻ അല്ലെ. അതുപോലെ തന്നെ മാസ് മീഡിയ പബ്ലിക് റിലേഷന് നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെന്റുകളിലൂടെ ടിവിയിലൂടെയും റേഡിയോയിലൂടെയും പത്രത്തിലൂടെയൊക്കെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിന്റെ അഡ്വർടൈസ്മെന്റുകൾ കാണാറുണ്ട് അല്ലെ. ചിലപ്പോൾ പത്രം എടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു വലിയൊരു ഫുൾ പേജിൽ തന്നെ എന്തായിരിക്കും ഒരു ഹോസ്പിറ്റലിന്റെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും അല്ലെ. കാണാറില്ല നമ്മള് ഒരു പത്രം എടുക്കുമ്പോൾ ഒരു ഫുൾ പേജിൽ ഹോസ്പിറ്റലിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ റേഡിയോയിലാണെങ്കിൽ പ്രോഗ്രാംസുകളുണ്ട് ഇല്ലേ, കേൾക്കാറുണ്ടോ നിങ്ങൾ? റേഡിയോയിൽ പ്രോഗ്രാംസ് ഏതാണ് എക്സാമ്പിൾ പറയാമോ? ആ ഹോസ്പിറ്റലിന്റെ അവരുടെ പ്രോഗ്രാംസ് മീൻസ് അവരായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകൾ. എനിക്ക് തോന്നുന്നു രാജഗിരി ഹോസ്പിറ്റല് അല്ലെ, അങ്ങനെ നമ്മള് പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ റേഡിയോയിലൂടെയും അല്ലാതെ തന്നെ ടെലിവിഷനിലൂടെ ടിവിയിലൂടെയൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റുകൾ കേൾക്കാറുണ്ട്. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക്, അതെ അതെ, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെയാണ് കൂടുതൽ കാണിക്കുന്നത്. അല്ലാതെ തന്നെ ഇതുപോലെ രാജഗിരി ഹോസ്പിറ്റലിന്റെയും മറ്റ് ഇൻഫെർട്ടിലിറ്റിയുടെ ഒക്കെ ഉണ്ട്. നമ്മളുടെ ഡെലിവറി പാക്കേജസുകളും അതിനെ കുറിച്ചിട്ടുള്ള പരസ്യങ്ങളൊക്കെ കൂടുതൽ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ പറയുന്നത് കേട്ടോ. ഇതിന്റെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ പോയിന്റിലെ ബ്രൗഷർ എന്നാണോ സ്പെല്ലിംഗ് ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്ന് നോക്കി. BOUCHE ആണെന്നാണോ? തെറ്റായിട്ടാണോ നടക്കുന്നത്? ബ്രൗഷർ എന്നാണ് കേട്ടത്. ചെക്ക് ചെയ്ത് പെട്ടെന്ന് ടെക്സ്റ്റില മിസ്റ്റേക്ക് ഉണ്ടോ അവിടെ സ്പെല്ലിംഗ്? ഓക്കെ ഓക്കെ, ബ്രൗഷർ എന്നാണ് കേട്ടത്. BROCHURE, BRO, അവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ബ്രൗഷർ നോക്കാം കേട്ടോ. ബ്രൗഷർ ആണ്, വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് പോയിന്റ് പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ, മനസ്സിലാക്കി വായിക്കാം.
Complete the points, communicative methods points. Okay. Then വീണ്ടും communicative methods വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ബോക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ്സുകൾ തന്നെയാണ് ഏകദേശം ബോക്സ് ആയിട്ട് തന്നിരിക്കുന്നത്. നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ക്ലിയർ ആണോ ബോക്സ്? കുഴപ്പമില്ലല്ലോ. അത്യാവശ്യം വായിക്കാൻ പറ്റുന്നുണ്ടോ ബോക്സ്? നോക്കാട്ടെ, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിലാത്ത these methods employ means of communication. കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് മിക്സിന്റെ PDF അങ്ങനെ തന്നെയാണ് കേട്ടോ. These methods employ means of communication in all possible forms to enable the hospital to convey its message to the public. അല്ലേ, ഹോസ്പിറ്റലിന്റെ മെസ്സേജസ് ഉള്ള പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ രീതികളും ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ TV, റേഡിയോ, അതുപോലെയുള്ള പത്രം, അങ്ങനെയുള്ള പല പല മീഡിയകൾ നമ്മൾ ഹോസ്പിറ്റലിന്റെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. Some of these are also intermixed with the intramural function of hospital and operative methods. ചില കാര്യങ്ങൾ ഇതില് ഹോസ്പിറ്റലിന്റെ ഇൻട്രാമ്യൂറൽ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹോസ്പിറ്റലിൽ നമ്മള് എമർജൻസി ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, സ്റ്റാഫുകളെ കുറിച്ചും ഡയഗ്നോസ്റ്റിക് രീതികളും ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കുറച്ച് പബ്ലിക്കിലോട്ട് എത്തിക്കുന്നത്. അവിടുത്തെ ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഫീസും കാര്യങ്ങൾ എങ്ങനെയാണ്, ഓരോ പ്രാക്ടീസുകൾ, അങ്ങനെയുള്ള ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസുകളും ഹോസ്പിറ്റലിന്റെ പറയുന്നു. The other deals with media. ബാക്കിയെല്ലാം ഡീൽ ചെയ്യുന്നത് മീഡിയ, മാസ് മീഡിയ വഴിയാണ്. Then ഇനി ഓരോ ബോക്സുകളാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോളോയിങ് വേസ്. ഏതെല്ലാം വഴിയിലൂടെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്, പേഷ്യൻസ് പബ്ലിക്കിനകത്തോട്ട് എത്തിക്കുന്നത്? Providing appropriate information to patients, their relatives and visitors. അല്ലെ, അതായത് എന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഏതൊക്കെ രീതികളിൽ ഉപയോഗിക്കാനാണ്. അതുപോലെ തന്നെ നോക്കി, ആൻഡ് എൻക്വയറി, രജിസ്ട്രേഷൻ, ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്പ്. അപ്പൊ അതായത് പറയുന്നത് ഇപ്പോ എൻക്വയറിയിലും അതുപോലെ തന്നെ രജിസ്ട്രേഷനിലും രോഗികൾക്കും അല്ലെങ്കിൽ സന്ദർശകർക്കും ഉചിതമായിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകി കൊടുക്കാന്ന്. എൻക്വയറിയിൽ വരുന്ന പേഷ്യൻസിന് രജിസ്ട്രേഷൻ ചെയ്യാനൊക്കെ വരുമ്പോൾ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. അതുപോലെ തന്നെ ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്സ്. ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, അതിന് ഫോളോ അപ്പുകളൊക്കെ കൊടുക്കുക. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ഫോളോ അപ്പ് കൊടുക്കുക. അതായത് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്, ചിലപ്പോൾ ഒരു 5 ദിവസത്തെയോ അല്ലെങ്കിൽ 7 ദിവസത്തെയോ മെഡിസിൻ തന്നിട്ട് പറയും, ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് വന്ന് കാണാനൊക്കെ പറയും. ഇല്ലേ, പറയാറില്ലേ നമ്മളൊക്കെ? ഫോളോ അപ്പുകൾ നമുക്ക് തരുന്നു. Then discharge interview with attending physician can serve this purpose well. ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കിയ ഫിസിഷ്യനാണ് നമുക്ക് ഈ ഫോളോ അപ്സുകളും കാര്യങ്ങളൊക്കെ നൽകുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. 2 ബോക്സ് വായിച്ചു നോക്കിയ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിലാണ് 2 ബോക്സ്.
നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് പബ്ലിക് റിലേഷന് വേണ്ടിയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ, ഓരോ ബോക്സ് വൈസ് ആയിട്ട്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്, അതായത് പേഷ്യൻസ് പബ്ലിക്കിനായിട്ട് നമുക്ക് ലഭിക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യുന്ന മെത്തേഡ്സുകളാണ് ഇപ്പൊ നമ്മള് ബോക്സ് വൈസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? വായിച്ചോ? ഓക്കെ, ദെൻ അടുത്തത് വീണ്ടും ബോക്സ് ആണ് കേട്ടോ. അതിന് മുന്നായിട്ടേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ എഡ്വേർഡ് ബെർണാഴ്സിന്റെ, നമ്മൾ ക്ലിയർ അല്ല എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ എല്ലാവർക്കും? വായിക്കാൻ കുഴപ്പമുണ്ടോ? നമ്മൾ നോട്ട് ചെയ്ത് വെക്കാന്ന് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? നോട്ട് ചെയ്ത് വെക്കണോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വായിക്കാൻ പറ്റുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ, ദെൻ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ക്രിസ്റ്റലൈസിങ് പബ്ലിക് ഒപ്പീനിയൻ. കുഴപ്പമുണ്ടോ വായിക്കാനായിട്ട്? ചെയ്യാലോ? വായിക്കാം. ഓക്കെ, കുഴപ്പമില്ല. നോട്ട്സിന് സെപ്പറേറ്റ് എഴുതി വെക്കണ്ടല്ലോ. ആ രണ്ട് കാര്യങ്ങൾ മാത്രം അതിൽ ഓർക്കാനുള്ളൂ കേട്ടോ. PDF നോക്കി ക്ലിയർ ആണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ക്ലിയർ അല്ല, ക്ലാരിഫിക്കേഷൻ മീൻസ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമില്ലല്ലോ, വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ഡെഫിനേഷൻ പഠിക്കണം. ജോൺ മില്ലേജിന്റെ ഡെഫിനേഷൻ നോക്കി വെക്കുക. ദെൻ അടുത്തൊരു ഡെഫിനേഷൻ കൂടി ഓർക്കണം. ദെൻ പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്, അതിന്റെ ആവശ്യകത. പിന്നെ നമ്മൾ പഠിച്ചത് രണ്ട് ടൈപ്പ് മെത്തേഡ്സ് ആണ്. പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള രണ്ട് മെത്തേഡ്സുകള്, ഓപ്പറേറ്റീവ് മെത്തേഡ്സും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും. ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ എല്ലാ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ ഫണ്ടമെന്റൽ കോമ്പോണൻസ് മൂന്നെണ്ണം പഠിച്ചു. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്, ഏതൊക്കെ രീതികളിലാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വരുന്നത്. ദെൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ ഓരോ ടേബിൾ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ വീണ്ടും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് തന്നെ ബോക്സ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ഇനി അധികം എടുത്ത് ബോറാക്കുന്നില്ല, മതിയോ? ഇപ്പോഴേ ബോറടിച്ചു കഴിക്കും അല്ലെ എല്ലാവരും? ഓക്കെ, എനിക്കറിയാം നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം ബോറിംഗ് ആണ് എന്നുള്ളത് അല്ലെ. അല്ലൊക്കെ ഞാൻ ചോദിക്കാറില്ലേ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ഒന്നുകൂടെ പറയണോ? അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം, മതിയോ? ഓക്കെ, ഇനി അധികം എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇപ്പൊ തന്നെ ബോറടി കുറച്ചായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല, ചാപ്റ്റർ അങ്ങനെയാണ്. അത് നമുക്ക് ബോറിംഗ് ആണെന്ന് നമുക്ക് അത് പഠിക്കണ്ട, സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് എടുക്കുന്നത്. ഓക്കെ ആണോ? പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളും വായിക്കണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ അത് എഫേർട്ട് എടുത്ത് വായിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകുള്ളൂ കേട്ടോ. ഒരു ക്ലാസ് കൊണ്ട് കേട്ട് മാത്രം പഠിക്കാന്ന് വെച്ചാല് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്ലാസ് കേൾക്കാം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ വായിച്ചു നോക്കാം പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ക്ലാസ്സുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? തേർഡ് ഫോർത്ത് മോഡ്യൂളാണ്. പഠനം കുറച്ചുകൂടി സമയം കണ്ടെത്തണം. ഓക്കെ, പറ്റുന്ന പോലെ ഇതിനകത്ത് വർക്ക് ചെയ്തവരുണ്ടാകാം പല രീതിയിൽ അല്ലെ. മറന്നു എന്താ പറഞ്ഞെങ്കിൽ ക്ലിയർ ആയില്ല കേട്ടോ. ഓക്കെ,
സോ നന്നായിട്ടൊക്കെ എഫേർട്ട് എടുത്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.